ഹലോ, നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെയാണ്. ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്ന ഇഫ ചിക്കൻ ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ് കേട്ടോ. ചെയ്തു നോക്കേണ്ട ഐറ്റം തന്നെ. ഞാൻ ഈ ഐറ്റം ചെയ്തിട്ട് മാസങ്ങളായിട്ടോ. ഇടയ്ക്ക് എപ്പോഴോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത്. അത് വല്ലാത്തൊരു നഷ്ടമായി പോകുന്നു തോന്നിയത് കൊണ്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് തന്നെ വീഡിയോ ഇട്ടത്. ആ ഒരു കിടിക്കാച്ചി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിനകത്തേക്ക് എല്ലാ മസാലാസ്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കശ്മീരി ചില്ലി, ഇതൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് തൈരും ലെമൺ ജ്യൂസും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 2 to 3 hours എങ്കിലും വയ്ക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് ഈ സോസാണ്. അതിലേക്ക് ബോയിൽഡ് എഗ്ഗും പിന്നെ ചീസും എണ്ണയും ക്രീമും, ഫ്രഷ് ക്രീമും ചേർക്കുക. എല്ലാം എനിക്ക് കൈയളവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും അത്ര എക്സ്പേർട്ട് ആണോന്ന്. അല്ല, പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്തിരുന്ന അതേ ടിപ്സ് തന്നെ, കണ്ണുകൊണ്ടുള്ള അളവ്. അപ്പോൾ ആ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് ഈ മാരിനേറ്റ്, എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മുറുകണ്ട കേട്ടോ, കുറച്ച് ജ്യൂസി ആയിരുന്നോട്ടെ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ക്രീം ഉണ്ടല്ലോ, ശരിക്കും ഒരു മയോനൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക? മയോനൈസ്, അതന്നെ. ആ സാധനം വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തേക്കുക. മയോ ഇങ്ങോട്ട് തേച്ചതിന് ശേഷം നല്ലോണം ഇങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിച്ചോളൂ കേട്ടോ. എത്ര പറ്റണോ അത്രയും തേച്ചോളൂ. നല്ല ജ്യൂസി ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ചപ്പാത്തി, ബ്രെഡ്, നാന്, ഇതിൻ്റെയൊക്കെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ഇല്ലേ നഷ്ടമായി പോവും കേട്ടോ. അടുത്ത വീഡിയോയിൽ വരാം. ബൈ.